ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്താണ് ലോത്തിൻ്റെ അവസ്ഥ? ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ അബ്രഹാമും ലോത്തും സഹോദരങ്ങൾ അവരുടെ സമ്പത്ത് കൂടുതലായതുകൊണ്ട് അബ്രഹാം പറഞ്ഞു, നമ്മൾക്ക് ഇതെല്ലാം കൂടെ പാടാണ്, അതുകൊണ്ട് ഇതെല്ലാം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്, നിനക്ക് ഇഷ്ടമുള്ള എടുത്തുകൊണ്ട് നീ നമുക്ക് രണ്ടും രണ്ടായി പോകാം. എനിക്ക് തോന്നുന്നു അബ്രഹാം എല്ലായിടത്തും യാഗം പണിത് ആരാധനയാണ്. ഈ ലോത്തിനെ സംബന്ധിച്ചോളം അവന് ഭൗമികമായിട്ടുള്ള കാര്യമാണ്. ഭൗമികമായിട്ടുള്ള വെട്ടിപ്പിടിച്ച് നേട്ടങ്ങളുണ്ടാക്കി അത് ബാലൻസാക്കിയിട്ട് ആർക്കും ഒന്നും നൽകാതെ കൊടുക്കാതെ ഉള്ള അവസ്ഥയിൽ ലോത്ത് പോയതുകൊണ്ട് ലോത്ത് നോക്കി യോർദാനക്കരയുള്ള പ്രദേശമൊക്കെ നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗോമോറയെയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവാർ പോലെയും മിസ്രയീം പോലെയായിരുന്നു. ലോത്ത് യോർദാനയുള്ള പ്രദേശവും തിരഞ്ഞെടുത്തു. ലോത്ത് നല്ലത് തിരഞ്ഞെടുത്തു. ശാന്തനായി അബ്രഹാം പോയി. പക്ഷേ അബ്രഹാമിനെ യഹോവയായ ദൈവം അനുഗ്രഹിച്ചു. നീ കണ്ണുയർത്തി നോക്കിക്കൂ, അതുമെല്ലാം നിൻ്റേതാണ്. ലോകത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം, ഉപ്പുതൂണായിപ്പോയി അവസ്ഥയ്ക്ക് വന്നാൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭൗമികമായ വെട്ടിപ്പിടുത്തങ്ങളും കള്ളത്തരങ്ങളും കാണിച്ച് പണം സമ്പാദിച്ചും ഭൗമികമായ കാര്യങ്ങൾ നേടി വലിയ ആളുകളാകാൻ ശ്രമിക്കുന്നെങ്കിൽ അത് പാപമാണ്. അത് നിനക്കോ മറ്റുള്ളവർക്കോ അത് പ്രയോജനകരമായി വരികയില്ല. അതുകൊണ്ട് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുവാനുള്ള ദൈവസാന്നിധ്യം നിനക്കുണ്ടായിരിക്കണം. അത് നിനക്ക് അനുഗ്രഹമായിരിക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവശക്തി ഇറങ്ങി ലോകപ്രകാരമുള്ള കാപഠ്യങ്ങളിൽ ജീവിച്ച് ധനം സമ്പാദിച്ച് നശിക്കുവാൻ ആർക്കും ഇടവരരുതേ. ഞങ്ങൾക്കുള്ളതിനെ പങ്കുവെച്ച് മറ്റുള്ളവർക്കുമായിട്ട് പങ്കുവെച്ച് ജീവിക്കുവാനുള്ള ആ വലിയ മനസ്സ് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, ലോകമ്പാടും സുവിശേഷം അറിയിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളുടെ സമ്പദ് വ്യവസ്ഥ കർത്താവ് കഠിനമായി ഭാരമനുഭവിക്കുന്നവരും പ്രയാസം അനുഭവിക്കുന്ന പട്ടിണി രാജ്യങ്ങൾ, പട്ടിണി രാഷ്ട്രങ്ങൾ, പട്ടിണി സഹോദരങ്ങളുണ്ട്. കർത്താവിൻ്റെ കരുണകൃപ അവർക്ക് വേണ്ടി ദാനം ചെയ്യുവാനും ഉള്ളവർക്ക് കൃപ നൽകുന്നത് കൊണ്ട് സ്തോത്രം. അപ്രകാരം നൽകാതെയിരിക്കുന്നവർ നൽകുവാൻ പരസ്പരം പങ്കുവയ്ക്കുന്ന വലിയൊരു അനുഭവം കൊടുക്കണം. WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജ്, ജയിലുകളിൽ കഴിയുന്നവർ, ബെഡിനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കരുണ എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ചോളാം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. തീരാത്ത കനിവിന്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ,